നിർമ്മാണം നടക്കുന്ന വീടിന്റെ അടുക്കള ഭാഗത്ത് തീപിടുത്തം. കോലളമ്പ് ചക്കാലക്കൽ പ്രമോദിന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിർമ്മാണം നടക്കുന്ന വീടിന്റെ വിറകുപുരയ്ക്കും അടുക്കള ഭാഗത്തിനും തീപിടിച്ചു. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അലക്കുയന്ത്രം, ഫ്രിഡ്ജ്, മിക്സി, സ്റ്റൗ തുടങ്ങിയ വിലയേറിയ ഉപകരണങ്ങളെല്ലാം നശിച്ചു. മാസങ്ങളായി ആൾതാമസമില്ലാത്തതിനാലും വിറകുപുരയിൽ വൈദ്യുതിയില്ലാത്തതിനാലും തീപിടുത്തത്തിൽ ദുരൂഹതയാരോപിച്ച് വീട്ടുടമ പോലീസിൽ പരാതി നൽകി. മുൻ യുവമോർച്ച നേതാവും ഇടക്കാലത്ത് സിപിഎമ്മിൽ ചേരുകയും ചെയ്ത കോലോളമ്പ് ചക്കാലക്കൽ പ്രമോദിനായി പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ പിൻഭാഗത്താണ് ബുധനാഴ്ച രാത്രി അഗ്നിബാധയുണ്ടായത്. രാത്രിയിൽ അയൽവാസികൾ വിളിച്ചതനുസരിച്ച് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന പ്രമോദും വീട്ടുകാരും ഓടിയെത്തിയാണ് അടുക്കളയിൽ ഉണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ അടക്കമുള്ളവ പുറത്തേക്ക് വലിച്ചിട്ടത്. കിച്ചണിലേക്ക് തീ പടർന്നിട്ടില്ല. അതിന്റെ ചൂടുകൊണ്ടാണ് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ബാക്കിയുള്ള സാധനങ്ങൾ, ഗൃഹോപകരണങ്ങൾ മുഴുവൻ നശിക്കുന്ന ഒരു അവസ്ഥ. അത് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഒളിഞ്ഞെടുക്കുന്ന സത്യമുണ്ട്. ആ സത്യം പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അത് എന്താണ് സത്യം എന്നുള്ളത് മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും SI ആൾക്കാരുള്ള ആളുകൾ വന്നുപോയി അവരാണ് തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ ദുരൂഹത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിറകടുപ്പ് കത്തിക്കാറില്ല അടുത്ത കാലത്തൊന്നും. ഇന്ന് അടുപ്പിന് തീ പിടിക്കുമെന്ന് പറയാം, അതും ചെയ്യാറില്ല. പിന്നെ റോഡ് വക്കിലാണെങ്കിൽ വീടിക്കുറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ സംഭവം ഉണ്ടാവുക. ഉള്ളേരിയിലല്ല വീട് കൊണ്ട് അങ്ങനെ ഒരു സംഭവം കാണാനില്ല. അപ്പോൾ ഇതിൽ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതൊന്നും പറയാൻ മടി കാണിച്ചിട്ട് ഇതിലെന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ചൂടായിരുന്നിരുന്ന സിലിണ്ടർ മാറ്റുന്നതിനിടയിൽ പ്രമോദിന്റെ കൈക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞിരുന്നെങ്കിൽ ഇതും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്നാണ് പ്രമോദ് പറയുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെ പിന്നീട് തീയണച്ചെങ്കിലും വിറകുപുര പൂർണ്ണമായും കത്തുകയും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്തിരുന്നു. അടുക്കളയിൽ തീ കത്തിക്കാത്തതും വിറകുപുരയിൽ വൈദ്യുതിയില്ലാത്തതുമാണ് തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടാകാൻ കാരണം. പ്രമോദിന്റെ പരാതി പ്രകാരം ചങ്കരംകുളം SI സുധീറും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. NCV ന്യൂസ്, ചങ്കരംകുളം. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.